അമ്മമ്മേ, അമ്മമ്മ ഈടെ ഇരിക്കേനോ? കൊറേ സമയം പഠിച്ചിട്ട് മടുത്ത അമ്മമ്മ. സാരമില്ല മോളെ, ഇനി ഒരു പരീക്ഷയും കൂടിയല്ലേ ഉള്ളൂ. ആ കുട്ടികളെല്ലാം നോക്കി അങ്ങനെ കളിച്ചാടുന്നാ മതിയേനു. മോളും ഒരു കാലം വരെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അമ്മമ്മ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെയെല്ലാം തന്നെയാനുവാ? ഈ കുട്ടികൾ ഇങ്ങനത്തെ കളിക്കുമ്പോൾ ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. അമ്മമ്മയും ഫ്രണ്ട്സും കളിക്കാത്ത കളികളൊന്നുമില്ല. എന്നാ ഇപ്പൊ അമ്മമ്മേന്റെ ചെറുപ്പാലത്തെ കഥയെല്ലാം പറഞ്ഞ എന്നിട്ട് പഠിക്കായിനി. ഞാനും സുഷ്മിയും വിമലയെല്ലാം കൂടിയിട്ട് എന്തെല്ലാം കളികൾ കളിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കുട്ടിയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. എല്ലാരും പേരും അമ്മമ്മക്ക് ഇപ്പൊ ഓർമ്മയുണ്ടല്ലോ. എന്ത് പറ്റി അമ്മമ്മ? ഒന്നുമില്ല മോളെ, ആ ചെറിയ മോളെ കണ്ടപ്പോൾ അമ്മമ്മേൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നുപോയി. അതിനെന്തിനാ അമ്മമ്മ ഇത്ര സങ്കടപ്പെടുന്നത്? മോളെ, ഈ പ്രായത്തിൽ അമ്മമ്മക്കൊരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അമ്മമ്മ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മമ്മക്ക് എന്നത് എന്നോട് പറഞ്ഞൂടെ? എപ്പം വിചാരിക്കും ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന്. എന്നാ ഇന്ന് അമ്മമ്മ അത് പറഞ്ഞിട്ട് ഞാൻ വിടുന്നുണ്ട്. കുറേ കൊല്ലായില്ലേ മോളെ, ഇപ്പോൾ ആ വിഷമം മനസ്സിൽ തന്നെയുണ്ട്. ഇത്രയായിട്ടത് ആരോടും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഇത് പറയേണ്ട മൂഡിലല്ലേ, എന്നോട് പറഞ്ഞൂടെ? എന്നാൽ പിന്നെ മോളോട് ഞാനത് പറയാം. നമ്മളെ നാട്ടിലെ പേരുകേട്ട തറവാടായിരുന്നു എൻ്റേത്. നല്ല സന്തോഷത്തോടെ ജീവിച്ച കാലമായിരുന്നു അത്. എൻ്റെ അമ്മ നല്ലൊരു നർത്തകിയായിരുന്നു. ആ നൃത്തം കാണാൻ തന്നെ എന്തൊരു രസാന്ന്. അച്ഛൻ നന്നായി തബല വായിക്കും. അച്ഛൻ നല്ല താളബോധത്തോടെ ആ തബല വായിക്കുക. ഓരോ പരിപാടിക്ക് തയ്യാറെടുക്കുമ്പോൾ അച്ഛൻ ആ ലോകത്ത്, തബലയുടെ ലോകത്ത് ജീവിക്കുമായിരുന്നു. ചെറിയച്ഛൻ നല്ല പാട്ടുകാരൻ, അറിയപ്പെടുന്ന പാട്ടുകാരനാ. ചെറിയച്ഛൻ്റെ പാട്ട് കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. മോളെ ദേവകി, കളിപ്പിക്കല്ലേ, നിക്കവിടെ കഴിച്ചിട്ട് പോ. കുറുമ്പത്തിരി കൂടുന്നുണ്ട് കേട്ടാ. ആഹാ, ഇനി കാണട്ടെ കഴിക്കാതിരിക്കുന്നത്. അന്നൊക്കെ മുറ്റം നിറയെ ചെടികളും പൂക്കളും പിന്നെ എൻ്റെ കളികളും ചേർന്നാൽ നല്ല സന്തോഷമായി. ചെറിയച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആരും വേണ്ട. ചെറിയച്ഛൻ എല്ലാ കളിക്കും കൂടെ നിൽക്കും. നമ്മൾ 4 പേരും കൂടിയാ പിന്നെ ആ വീട്ടിൽ ഒരു ആഘോഷം തന്നെയായിരുന്നു. അച്ഛനും ചെറിയച്ഛനും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും കാണികളുടെ ആ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടുകാർക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ പരിപാടിയൊക്കെ. നിറയെ സമ്മാനങ്ങളും ആദരവും ഒക്കെ കിട്ടിയിരുന്ന ഒരു കാലമായിരുന്നു അത്. അതായിരുന്നു നമ്മളെ കുടുംബത്തിൻ്റെ സമ്പന്ന കാലം. വാ മോള് വാ. നല്ല സുന്ദരി കുട്ടിയായിനല്ലോ. ഏട്ടാ, നാളത്തെ പരിപാടികൾ ഒരുക്കങ്ങൾ എവിടെ വരെയായി? നാളത്തേതെല്ലാം ഞാൻ പിന്നെ പറഞ്ഞിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വിജയ. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി ഇറങ്ങിയതാണ്. നമുക്ക് പോയി വന്നിട്ട് കാണാം. ചെറിയച്ഛ എന്നാ പോയിട്ട് വരാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറിയച്ഛൻ ഒരു പരിപാടിക്ക് വേണ്ടി സാധകം ചെയ്യുക. അപ്പം ചെറിയച്ഛൻ എന്തെല്ലോ വിഷമങ്ങൾ, ഇങ്ങനെ സൗണ്ട് പുറത്തു വരുന്നില്ല, എന്തെല്ലോ നെഞ്ഞിന് വിമ്മിഷ്ടം പോലെ ശ്രമിക്കുന്ന സൗണ്ട് പുറത്തു വരുന്നില്ല, ചുമക്കുന്ന
എന്തെല്ലോ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്ന അസ്വസ്ഥതകൾ. സാധകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സൗണ്ട് പുറത്ത് വരുന്നില്ല. എന്നിട്ടും ചെറിയച്ഛൻ ആ പരിപാടിക്ക് പാടി. അതോടുകൂടി നമ്മളെ ജീവിതം മാറി മറിഞ്ഞ് കഷ്ടകാലം തുടങ്ങി. എന്തു പറ്റി വിജയ? അറിയില്ല ഏട്ടാ, ഇതുവരെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. നിനക്ക് പാടാൻ പറ്റുന്നില്ലേ? ആദ്യമായിട്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഒന്നുമില്ല മോനെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടടാ. അതിന് ശേഷം ചെറിയച്ഛന് പാടാനേ കഴിഞ്ഞില്ല. ആളാകെ തകർന്നു പോയി. ചെറിയച്ഛനൊന്നുമില്ല കേട്ടാ, വേഗം ശരിയാവേ. മോൾ ഇവിടെ ഇരിക്കായിരുന്നോ? മോള് കുറച്ച് സമയം അച്ഛൻ്റെ അടുത്ത് പോയിരുന്നേ? ആ വിജയ, എണീക്കിത് കുടിക്കേ. ഇതാ. ഏട്ടത്തി, ഇനി എനിക്ക് പാടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വിജയനിപ്പോൾ അതൊന്നും ആലോചിക്കണ്ട, സമാധാനമായിരിക്കും. ഇല്ല ഏട്ടത്തി, എൻ്റെ ശബ്ദങ്ങൾക്ക് എന്തോ തകരാറ് പറ്റിയെന്ന വൈദ്യുതി പറഞ്ഞു. ഇനി എനിക്ക് പാടാൻ പറ്റില്ല. ഏട്ടത്തി ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. വിജയനിപ്പോൾ ഒന്നും ആലോചിക്കണ്ട കേട്ടാ, വിശ്രമിക്കേ. ചെറിയച്ഛൻ്റെ ഈ അവസ്ഥ എൻ്റെ അച്ഛന് താങ്ങാനേ കഴിഞ്ഞില്ല. ഏൽപ്പിച്ച പരിപാടി പോലും നാട്ടുകാർ ഒഴിവാക്കി തുടങ്ങി. ഒരു വരുമാനവും കിട്ടാണ്ടായി. കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയായി പോയി. ഇന്നത്തെ പരിപാടി ഒഴിവാക്കിയെന്ന് കൃഷ്ണേട്ടൻ വന്ന് പറഞ്ഞത് മുകുന്ദേട്ടാ. വിജയന് തീരെ പാടാൻ വയ്യാലോ. കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിരാശയും ചെറിയച്ഛൻ്റെ ഈ അവസ്ഥയും കണ്ട് അച്ഛനാകെ തകർന്നു പോയി. ഇതൊന്നും താങ്ങാനുള്ള ശക്തി എൻ്റെ അച്ഛനുണ്ടായില്ല. അച്ഛനാളാകെ മാറിപ്പോയി. ഇല്ലാത്ത ശീലങ്ങളും തുടങ്ങി. ആ ഇടക്കാണ് മാമനും മാമിയും വീട്ടിലേക്ക് വന്നത്. നമ്മളവസ്ഥ കണ്ട് അവർ സ്തംഭിച്ചു പോയി. അന്നാണ് കുടുംബത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി അവർക്ക് മനസ്സിലായത്. നീ വീണ്ടും തുടങ്ങിയോ? എത്ര പറഞ്ഞാലും ഇവന് നിർത്തൂല അല്ലേ? നാശം. ഞാനൊന്ന് ശാന്തനെ നോക്കിയിട്ട് വരാം. ശാന്തേ, ആ ഗൗരി, ഇവർക്ക് ജോലി കയറ്റം കിട്ടി. നമ്മളെല്ലാവരും മദിരാശിയിലേക്ക് പോവുകയാണ്. അത് നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും നന്നായി ഗൗരി. നീ ഇങ്ങനെ വിഷമിക്കല്ലേ ശാന്തേ. എന്ത് പറയാനാ ഗൗരി, മുകുന്ദേട്ടൻ ആളാകെ മാറിപ്പോയി. വിജയന് സുഖമില്ലാത്തത് നിനക്കറിയാലോ. അതിനുശേഷം എന്നും കുടിയാ. ഇപ്പോൾ വീട്ടിൽ നിന്നും കുടി തുടങ്ങി. ഞാനും വിചാരിക്കായിരുന്നു, മുകുന്ദേട്ടൻ ഇതുവരെ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ടേയില്ല. എൻ്റെ മോളെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവാത്ത എന്ത് ചെയ്യണമെന്ന്. ഇപ്പോൾ വരുമാനം കൂടി നിന്നതോടെ ഒക്കെ നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ ഇനിയിപ്പോൾ പഠിപ്പ് തന്നെ എന്താവുമെന്ന് എനിക്കറിയില്ല. അമ്മേ,
അമ്മേ നോക്ക്, മാമ വാങ്ങി തന്നതാ. ആണോ? ശാന്ത നീ കരയല്ല, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണുമായിരിക്കും. എന്ത് ചെയ്യാനാ ഗൗരി? ഞാനൊരു കാര്യം പറയട്ടെ ശാന്ത, എൻ്റെ ഏട്ടനോടും കൂടി ചോദിച്ചിട്ട് ഞാൻ പറയാ. മോളെ മോളെ എൻ്റെ കൂടെ നീ പറഞ്ഞേക്കുകയാണെങ്കിൽ ഞാൻ അവളെ വളർത്താം. എൻ്റെ മോൻ്റെ കൂടെ അവള് നന്നായി വളരട്ടെ. അത് വേണ്ട ഗൗരി, എൻ്റെ മോളില്ലാണ്ട് എനിക്ക് പറ്റുകയില്ല. മുകുന്ദേട്ടനും അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ദേവേട്ട ഒന്നിങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനാ. ഇവിടുത്തെ അവസ്ഥ വളരെ മോശ ദേവേട്ട. ശാന്തന്റെ കാര്യം നല്ല വിഷമത്തിലാ. ഇവരാ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ എന്ത് സമാധാനത്തിലാ നാട് വിട്ടു പോവുക? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ദേവകി മോളെ നമ്മൾ കൂട്ടിയാലോ? അതാ ഞാനൊന്ന് ആലോചിക്കുന്നത്. നീ ഒന്ന് ശാന്തമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. ഞാൻ ശാന്തനോട് സംസാരിച്ചിട്ടുണ്ട്. മുകുന്ദേട്ട സമ്മതിക്കുമോന്ന് അറിയില്ല. ഇവനോട് എന്ത് സംസാരിക്കാന്? ശാന്തയെ ഞാൻ ദേവേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. ദേവേട്ടനും അങ്ങനെ തന്നെയാ പറയുന്നത്. മോളെ വിടാൻ എനിക്ക് ഇഷ്ടമൊന്നുമില്ല. എന്നാലും അവളെ ഭാവി ആലോചിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ആലോചിച്ചിട്ട് പറയാ ഗൗരി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശാന്തേ. എന്നാ നമുക്കിറങ്ങാം. മുകുന്ദേട്ടാ, നമ്മൾ ഇറങ്ങട്ടെ. മാമ, മമ്മി, ടാറ്റാ. അമ്മ അതെങ്ങനെയോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ്. ശാന്തേ, നീ എന്ത് പറഞ്ഞാലും ശരി, എൻ്റെ മോളെ ഞാൻ വളർത്തും. നമ്മളെ മോളെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ മുകുന്ദേട്ടാ. ഇവിടെ നിന്ന് ഇനി ആൾക്ക് ഒരു നല്ലതും വരാനില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാണ് ഇപ്പം പണ്ടത്തെ പോലെയേ അല്ല, ഏത് നേരവും കുടിയും. എൻ്റെയും മോളെയും അവസ്ഥ ഒന്ന് ആലോചിക്കുന്ന പോലുമില്ല. എന്നാലും നമുക്ക് ഈ ഗതി വന്നില്ല. നമ്മൾ എവിടെയാ അമ്മ പോകുന്നത്? അമ്മ ഇപ്പം മോളോടൊരു കാര്യം പറയാ. മോൾക്ക് ഇവിടുത്തെ അവസ്ഥയെല്ലാം അറിയാലോ. ചെറിയച്ഛന് സുഖമില്ല, അച്ഛനാണെങ്കിൽ ഇപ്പം കുറേ മാറിപ്പോയി. അപ്പം അമ്മ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. മോൾക്ക് അമ്മേൻ്റെ അടുത്ത് വിഷമമൊന്നും തോന്നരുത്. മോളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നമുക്കത് ചെയ്യേണ്ടി വരുന്നതാ. ഇനി മുതൽ മോള് ഗൗരിമാമിയുടെ കൂടെയാണ് താമസിക്കുക. അവിടെ നല്ല കുട്ടിയായിട്ട് നിൽക്കണേട്ടാ. അവരെ നിന്ന് നല്ലോണം നോക്കൂ. ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കൂ. അങ്ങനെ പറയല്ല മോളെ, അമ്മക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ, വേറെ നമുക്ക് വഴിയില്ലാത്തോണ്ടല്ലേ. മോളൊന്നും വിചാരിക്കല്ല കേട്ടാ. ഇത് മാത്രമേ ഉള്ളൂ കേട്ടാ അമ്മേൻ്റെ അടുത്ത് ഇപ്പം മോക്ക് തരാൻ വേണ്ടിയിട്ട്. ഇതെപ്പോ മോളിടണം കേട്ടാ. മോളെന്നും
കുളിച്ചിട്ട് ഇതുപോലെ കുറി തൊഴണം കേട്ടാ. അച്ഛനും അമ്മയും കൂടെയുള്ള പോലെ തന്നെ ഉണ്ടാവും. നീ വിഷമിക്കുന്ന ശാന്തി, ഇവള് നമ്മളെ മോൻ്റെ കൂടെ വളർന്നോളൂ. അതിനുശേഷം എനക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും കാണേണ്ട ഭാഗ്യേ ഉണ്ടായിട്ടില്ല മോളെ. അപ്പൊ അമ്മമ്മ അതിന് ശേഷം അവർ അന്വേഷിച്ചില്ലേ? അതിനുശേഷം അവരധിക ഫലമൊന്നും ഉണ്ടായിട്ടില്ല മോളെ. വിഷമിക്കണ്ട അമ്മമ്മ. ഇപ്പത്തെ അമ്മമ്മേന്റെ ലൈഫ് കണ്ടിട്ട് അവരാടുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അതന്നല്ലേ അവർ ആഗ്രഹിച്ചതും. ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല മോളെ. എന്നാലും ദൈവം എന്നെക്കാലം അത്രയും തോന്നിച്ച്. ആ വിഷമൊക്കെ പറഞ്ഞു തരത്തില്ലേ? ഇനി അമ്മമ്മ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ബാപ്പക്ക് കുറച്ച് നടന്നിട്ട് വരാം. ബാപ്പ ദിയ മോളെ, ഒന്നിങ്ങോട്ട് വാ. എന്താ അമ്മമ്മേ? മോളൊന്ന് ഇങ്ങോട്ട് വാ. ഇതേനി എൻ്റെ മൂക്കുള്ളതാണ്. ഇതെന്താ അമ്മമ്മേ? മോളെ, ഈ മാല അമ്മമ്മക്ക് പ്രിയപ്പെട്ട മാലയാണ്. എൻ്റെ അമ്മ എനിക്ക് അവസാനമായിട്ട് തന്ന മാലയായത് സ്നേഹത്തോടെ. ഇനി ഞാനിതെൻ്റെ മോക്ക് കൈമാറുന്നു. മോള് സ്നേഹത്തോടെ സൂക്ഷിച്ചു വെക്കും. ഞാൻ സൂക്ഷിക്കാം അമ്മമ്മേ. ഇത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അമ്മമ്മേ, അമ്മമ്മേ, എങ്ങനെയുണ്ട്? ആ, എൻ്റെ മോളിത് ഇട്ടാ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇനി എൻ്റെ മോളിത് സൂക്ഷിച്ചു വെച്ചോട്ടാ.